ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം തൊട്ടടുത്തിട്ടേ അല്ലേ? അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. നിങ്ങൾ 7ാം ക്ലാസ് വരെ നിങ്ങൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പാറ്റേണുള്ള കുറച്ചുകൂടി ഗ്രാൻഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ടീച്ചർ കണ്ടിട്ടുള്ളത് 8ലെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എക്സാമിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 40 മാർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യന്. ടോട്ടൽ മാർക്ക് 40. നമുക്ക് കിട്ടുന്ന സമയം 1.5 hours. നമുക്ക് കൂൾ ഓഫ് ടൈമായിട്ട് 15 മിനിറ്റ് കിട്ടും. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. കൂൾ ഓഫ് ടൈമിൽ പല കുട്ടികളും ക്വസ്റ്റ്യൻ വായിക്കാതെ അശ്രദ്ധയോടുകൂടി അല്ലേ കെയർലെസ് ആയിട്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കാനായിട്ട് കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ആൻസർ എഴുതുന്നതിനെ പറ്റി നമ്മളൊന്ന് എന്താണ് പറയുക, ഒരു പ്രിപ്പറേഷൻ നടത്തി വെക്കണം. 15 മിനിറ്റ് കിട്ടും. 15 മിനിറ്റ് തീരെ മോശം സമയമൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. ഫസ്റ്റ് 15 മിനിറ്റ് ഈസ് കൂൾ ഓഫ് ടൈം. ദിസ് ടൈം ഹാസ് ടു ബി യൂസ്ഡ് ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് അറേഞ്ചിങ് ദ ആൻസേഴ്സ്. കണ്ടല്ലോ? ഓക്കെ, റൈറ്റ് യുവർ ആൻസേഴ്സ് ബൈ റീഡിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. നമ്മൾ ആൻസർ എഴുതുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി വായിക്കണം. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതേണ്ടി വരും. ചിലത് പറയും നിങ്ങൾ ഇത്ര എണ്ണത്തിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കുക. യു ഷുഡ് കൺസിഡർ ടൈം ആൻഡ് സ്കോർ വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ടൈമും സ്കോറും നോക്കിയിട്ട് വേണം നമ്മൾ ആൻസറിന് എത്രമാത്രം ലെങ്ത് വേണമെന്ന് തീരുമാനിക്കാൻ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്തിനാ ഒരു പേജ് എഴുതുന്നത്? യു ഹാവ് ടു റൈറ്റ് ഓൺലി 1 word or 2 words. 1 mark question. 2 mark question, you have to write only 2 sentences. 3 mark question, 3 sentences, 3 points. Okay, അപ്പോൾ you have to consider the mark and time, the score and time while answering the questions. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് പരിചയപ്പെടാം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് നമ്മുടെ സമയത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തും. ഇതിൻ്റെ ആൻസറിനൊരു സെക്ഷൻ ഉണ്ടാകും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പരിഗണിക്കുകയും ഇതിന് ആൻസർ കണ്ടെത്തുകയും ചെയ്യുക. ടീച്ചർ അതിനുവേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻസർ ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചറിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ സ്പെഷ്യലി പരിഗണിച്ച് അതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. ഇന്ന് തീർന്നില്ല എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ, നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 1 mark. 1 തൊട്ട് 4 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യണം. അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഇല്ല, എല്ലാം ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആക്കിയാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 1 mark. The Europeans who came to India for trade are given below in chronological order. From the options, choose the correct group and write it. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ആ ഓർഡറിൽ ഏതാണോ കറക്റ്റ് അത് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓർഡർ ശരിയാണെങ്കിൽ നമുക്ക് അതെടുക്കാം. ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്. യെസ്, ദെൻ അത് ശരിയാണെങ്കിൽ അതെടുക്കുക. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച്. അങ്ങനെയാണോ? ആദ്യം ഇംഗ്ലീഷുകാരാണോ വന്നത്? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. അല്ലല്ലോ ഇംഗ്ലീഷുകാരല്ലല്ലോ ആദ്യം വന്നേ. ദെൻ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ഇതിലേതാണോ കറക്റ്റ് അതങ്ങോട്ട് എഴുതുക. ഡി, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. അതാണ് കറക്റ്റെങ്കിൽ ഡി എന്നിട്ടിട്ട് ആ 4 കൺട്രികളുടെ പേരെഴുതുക. ഇതിലേതാണോ കറക്റ്റ് അത് കംപ്ലീറ്റ് എഴുതുക. ഓക്കെ, എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ബാക്കിയും കൂടെ എഴുതണം. ബി എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ബാക്കിയും കൂടെ എഴുതണം. ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്രയും
ഇത്രയും ഞാനിത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾ 7th നിന്ന് 8th വന്നു, ഹൈസ്കൂളിൽ കയറി, ഇനി നിങ്ങൾ ഹൈസ്കൂളിൻ്റെ ലെവലിൽ വേണം ആൻസർ എഴുതാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുക, വെറുതെ ABCD എന്നൊന്നും എഴുതി വെച്ചാൽ പോരാ, അതിൻ്റെ കൂടെയുള്ള ആ കൺട്രീസിൻ്റെ പേരും കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് വരാം. ദ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിമാർക്കേറ്റ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, അതിനെ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, ദ റെവല്യൂഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. 2 സെൻറ്റൻസുകൾ തന്നിരിക്കുകയാണ്, 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. റൈറ്റ് ദ എബോവ് വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ്? രണ്ടും കറക്റ്റാണോ? ഒന്ന് കറക്റ്റും ഒന്ന് റോങ്ങും ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എ സ്റ്റേറ്റ്മെൻറ്റ് 1 ഉള്ളി എ പറയുന്നു ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റേ കറക്റ്റ് ഉള്ളൂ, മറ്റേതല്ല. ബി സ്റ്റേറ്റ്മെൻറ്റ് 2 ഉള്ളി രണ്ടാമത്തേത് മാത്രമാണെന്ന് അവർ പറയുന്നു. സി പറയുന്നു ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 രണ്ട് ശരിയാണെന്നാണ് സി പറയുക. ദെൻ രണ്ടും തെറ്റാണെന്നാണ് ഡി പറയുക. നൈദർ സ്റ്റേറ്റ്മെൻറ്റ് 1 നോർ സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണോ ശരി? എങ്കിൽ എ ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് ശരിയെങ്കിൽ ബി കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണെങ്കിൽ സി ആണ് കറക്റ്റ്. രണ്ടും തെറ്റാണെങ്കിൽ ഡി ആണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? സി ആണ് കറക്റ്റ് ആൻസർ എങ്കിൽ നമ്മൾ എഴുതണം സി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2. അത്രയും എഴുതുക. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ഓർത്ത് വെച്ചോണം, ഇങ്ങനെയാണ് എഴുതേണ്ടത്. The two sets given below are set 1 social reform movements and set 2 their founders. Match them correctly. നമ്മൾ മാച്ച് ചെയ്യാനുള്ളതാണ്. സെറ്റ് 1ൽ റീഫോം മൂവ്മെൻറ്റിൻ്റെ പേരും സെറ്റ് 2വിൽ അത് ആരാണ് ഫൗണ്ട് ചെയ്തെന്നുള്ള ഫൗണ്ടറുടെ പേരുമാണ്. ആര്യ സമാജ്, ദെൻ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്, ദെൻ സാധുജന പരിപാലന സംഘം. ഈ 3 ആളുകളെ തന്നിരിക്കുന്ന ഒരാളെ കൂടുതൽ തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തരിക. നിങ്ങൾക്ക് കറക്റ്റ് അറിയാവോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ എയിൽ 3 ബിയിൽ എത്ര ഐറ്റങ്ങൾ തന്നിട്ടുണ്ട്? സെറ്റ് 2വിൽ 4 ഐറ്റം തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം. EV രാമസ്വാമി നായ്ക്കർ, അയ്യങ്കാളി, സ്വാമി ദയാനന്ദ സരസ്വതി ആൻഡ് സ്വാമി വിവേകാനന്ദ 4 ഫൗണ്ടേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്? സെറ്റ് 1 ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ താഴോട്ട് എഴുതുക. ആര്യ സമാജ്, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്, സാധുജന പരിപാലന സംഘം. ദെൻ സെറ്റ് 2വിൽ നിന്നും കറക്റ്റ് ആര്യ സമാജത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് നോക്കുക, അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ നേരെ എഴുതുക. ആ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരകളിട്ട് ക്രോസ് ചെയ്ത വരകളിട്ടൊക്കെ എഴുതുന്ന രീതി നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ആരും ചെയ്യരുത്. കറക്റ്റ് ആൻസർ സെറ്റ് 2വിൽ കറക്റ്റാക്കി എഴുതുക. ഇവിടെ തെറ്റാണ് തന്നിരിക്കുന്ന സെറ്റ് 2, നമ്മളതിനെ എന്ത് ചെയ്യണം? കറക്റ്റാക്കണം. എന്നിട്ട് ഒരാൾ അധികം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ നമ്മളങ്ങ് കളയണം, നമ്മൾ എഴുതണ്ട, അദ്ദേഹം പോട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫൗണ്ടേഴ്സിലെ 3 പേരെ നമുക്ക് ആവശ്യമുള്ളൂ, ഒരാളെ ആവശ്യമില്ല. അയാളെ നമ്മൾ എഴുതണ്ട, കളയുക. ഓക്കെ, ഇനി 4മതൊരു ക്വസ്റ്റ്യൻ കൂടി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് റൈറ്റ് ഇറ്റ്. ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ, നേരത്തെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നേരത്തെ കുട്ടികൾക്ക് ഇതുപോലെ വരച്ച് എഴുതണമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുക. ഏതാണ് ആൻസർ ഓപ്ഷൻസ്? എ 3ക്കാണ് കറക്റ്റ്, ബി 1നാണ് കറക്റ്റ്, സി 2വിനാണ് കറക്റ്റ്. അങ്ങനെ ആണോ എന്ന് നോക്കുക. എ 1നാണ് കറക്റ്റ് അല്ലേ? ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? എ 3ക്കാണ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനിയും രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എ 1ന് കറക്റ്റ്, ബി 3ക്ക് കറക്റ്റ്, സി 2വിന് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് എഴുതി നോക്കിയിട്ട് ഇതിലേതാണോ കറക്റ്റ് ആ ഓപ്ഷൻ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് സമയം പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗിക്കണം. 4th ക്വസ്റ്റ്യൻ, ഫ്രം കോളം ബി ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ്
ഫോർ കോളം എ ആൻഡ് റൈറ്റ് ദം. എക്സ്ട്രീമിസ്റ്റുകളെ, ഇതിനകത്ത് എക്സ്ട്രീമിസ്റ്റുകൾ ആരൊക്കെയാണ്? ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. സ്ട്രഗിൾസ് ദാറ്റ് ആർ പീസ്ഫുൾ ആൻഡ് ബ്രെഡ്ലെസ്, അത് ചേരുന്നതാണെങ്കിലേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ എടുക്കരുത്. അഡോപ്റ്റഡ് മെത്തേഡ്സ് ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്, കറക്റ്റ് ആണെങ്കിൽ എടുക്കാം. ഫിറോസ് ഷാ മേത്ത ആൻഡ് ദാദാഭായ് നവറോജി, അത് എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ അവരെ വിടണം. അപ്പോൾ ഇതിനകത്ത് 2 എണ്ണമേ കറക്റ്റ് ഉള്ളൂ, 2 എണ്ണം റോങ് ആണ്. നോക്കിക്കേ, നോക്കിക്കേ, 1ഉം 2ഉം കറക്റ്റാന്ന് പറയുന്നു. ശരിയാണോ? പീസ്ഫുൾ മെത്തേഡ്സ് എടുക്കുന്നവരാണോ എക്സ്ട്രീമിസ്റ്റുകളെ? അല്ലല്ലോ. അപ്പോൾ തെറ്റാണെന്നുള്ളത് അവിടെ തന്നെ കറക്റ്റായി. ബി 2 and 3, 2, 3 അത് 2ഉം കറക്റ്റാണോ? നോ. സി നോക്കിക്കേ, 3 and 4, 3ഉം 4ഉം അല്ല. അപ്പോൾ ഡി ആണ് കറക്റ്റ്. നോക്കിക്കേ, 1 and 3, 1ഉം 3ഉം അത് കറക്റ്റാണ്. ഇവിടെ ഞാൻ ആൻസർ പറഞ്ഞു പോയി. ഡി ആണ് ഇവിടെ കറക്റ്റ്. അതായത് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. പിന്നെ ദേ അഡോപ്റ്റഡ് മെത്തേഡ്സ് ലൈക്ക് സ്വദേശ് ആൻഡ് ബോയ്ക്കോട്ട്, അത് 2മേ കറക്റ്റ് ഉള്ളൂ, ബാക്കി 2ഉം തെറ്റാ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? നിങ്ങൾ ഈ 4ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതേണ്ടത് ഡി 1 and 3, 1 and 3. അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. ഫോർ ക്വസ്റ്റ്യൻ 5 to 7 ഈച്ച് ക്യാരി 2 മാർക്ക്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം 2 മാർക്ക് കിട്ടും. ദ ക്വസ്റ്റ്യൻസ് വിത്ത് എ ചോയ്സ് ആൻസർ ഇൻ ഓൺലി 1, റൈറ്റ് ആൻസേഴ്സ് ഇൻ 2 or more സെൻറ്റൻസ്. നമ്മൾ ആൻസർ എഴുതേണ്ടത് 2 or more സെൻറ്റൻസ്. ദാറ്റ് മീൻസ് 2 points or 3 points, 2 or 3 പോയിൻറ്റ്സ് വീതമാണ് ഇതിൻ്റെ ആൻസറിനുണ്ടാകേണ്ടത്. ഓറിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 എയും ബിയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. എ ആണ് നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ എ എഴുതുക, ബി ആണ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ബി എഴുതുക. അപ്പോൾ എ ആണോ ബി ആണോ എഴുതേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ടീച്ചറാണോ നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? ടീച്ചറല്ല തീരുമാനിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. അത് എന്തിൻ്റെ ബേസിലാണ് തീരുമാനിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യനും വായിച്ചിട്ട് ഇതിലേതാണോ കൂടുതൽ ഈസി എന്ന് തോന്നുന്നത് അത് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ. അപ്പോൾ ആദ്യത്തേതൊരു ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് അത്? When it is 8 PM at the Greenwich Meridian, that is 0 degree longitude, what will be the time at 30 degree east and 30 degree west longitude? 30 degree ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഗ്രീനിച്ച് ടൈമിനേക്കാൾ 2 hours ഇൻക്രീസ് ചെയ്യണം, വെസ്റ്റിലേക്ക് പോകുമ്പോഴോ 2 hours ഡിക്രീസ് ചെയ്യണം. അത്ര എഴുതിയാൽ പോരെ? അത് വളരെ ഈസിയാണ് അല്ലേ? ഓക്കെ. 30 degree ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 PM plus 2 hours. 30 degree വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 PM minus 2 hours. അപ്പോൾ വാച്ചയിൽ എങ്ങനെയാണോ സമയം മുന്നോട്ട് പോകുന്നത് അതനുസരിച്ച് എഴുതുക, വാച്ചയിൽ എങ്ങനെയാണോ സമയം പുറകോട്ട് പോകുന്നത് അതനുസരിച്ച് എഴുതുക. അപ്പോൾ ക്ലോക്കോ വാച്ചോ നോക്കുന്ന പോലെ വേണം നമ്മളിവിടെ ടൈം ആഡ് ചെയ്യാനും ടൈം മൈനസ് ചെയ്യാനും. 30 ഡിഗ്രിക്ക് ടീച്ചർ എന്തുകൊണ്ടാണ് 2 hours എന്ന് പറഞ്ഞത്? 15 ഡിഗ്രിക്ക് 1 hour. അപ്പോൾ 30 ഡിഗ്രിക്ക് എത്രയാ? 1 + 1 2 hours. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പേഴ്സൺ who has newly started a startup use machines instead of laborers for production. Which method of production has he used? What is the characteristics of this method? നോക്കിക്കേ, അതും ഒരു ഈസി ക്വസ്റ്റ്യനാണ്. അദ്ദേഹം ഒരു ഫാക്ടറി തുടങ്ങി, അദ്ദേഹം ലേബറേഴ്സിനെ എടുക്കുന്നതിന് പകരം മെഷീൻസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഏത് മെത്തേഡാണ്? നമ്മൾ പഠിച്ചതല്ലേ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്. ആ മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ദേ യൂസ് മോർ മെഷീൻസ് ലെസ് ലേബറേഴ്സ്. ഓക്കെ. പ്രൊഡക്ഷൻ മോർ പ്രൊഡക്ഷൻ ലെസ് ടൈം. ഇതൊക്കെ എഴുതുക. നമ്മളവിടെ നന്നായിട്ട് പഠിച്ചതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്. അപ്പോൾ അത് ഇതിൽ 2 2 ചെയ്യണോ? വേണ്ട. എനി വൺ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ പ്രത്യേകം ഓർത്തോണം. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ എ ആണ് ആൻസർ ചെയ്യുന്നെങ്കിൽ എന്നിടുക, ബി ആണ് ആൻസർ എഴുതുന്നെങ്കിൽ ബി എന്നിടുക. ഓക്കെ. അതൊക്കെ കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടാകും. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി ടീച്ചർ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. May God bless you all.